ആന്താളെ ഇഞ്ച മുത്തി ഇങ്ങനെ ഇഞ്ചി അടിച്ചതിൻ്റെ തൊട്ട് ഒരു സന്തോഷമില്ലാത്ത. എങ്ങനെ സന്തോഷം ഉണ്ടാവാനാ? പൈസ പോയി. നിങ്ങളെ ഈ ഡ്രസ്സ് നോക്കി നോക്ക്, അതൊന്ന് എടുത്ത് നോക്കി നോക്ക്. എന്നാ ഈ ഡ്രസ്സിന് എന്നാ ഇപ്പോൾ ഞാൻ അമ്മക്ക് ഈ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇത് നോക്കുമ്മ, എനിക്ക് കാണിച്ചു തന്നിക്കില്ലാനാ അന്ന് ഓർഡർ കൊടുക്കുന്ന വെച്ചാൽ. ഈ ഡ്രസ്സിനാണ് ഞാൻ ഓർഡർ കൊടുത്തത്. എനിക്ക് കിട്ടിയ ഡ്രസ്സ് കണ്ടിക്ക് നിങ്ങൾ. ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഡ്രസ്സ് അത്. ഇതാ പറയുന്ന ഉമ്മാർ പറയുന്ന ലേശം കേൾക്കണം മക്കൾ കേട്ടാ. കുറേ ഒന്നും കേൾക്കണ്ട, ലേശം കേൾക്കണം. ഇങ്ങനത്തെ ഇതിൻ്റെ അകത്ത് വയലും കണ്ട് കണ്ണ് കാണുന്ന സാധനം ഇങ്ങനെ പൈസ വെറുതെ പൈസ പോക്കുന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാ. 2500 റുപ്യം കൊടുത്തിട്ട് എടുത്തോണ്ട് വന്ന ഡ്രസ്സ്. ഇതിപ്പോൾ എല്ലാം പഠിക്കുക ലേശം ഇത് വേണം പെൺകുട്ടികളായാലും. ഇനിയിപ്പോൾ ഇങ്ങളെ വകയും കുറച്ച് കൂടി പോരട്ടെ, അതിൻ്റെയും കൂടി ഒരു കുറവുള്ളൂ. ഞാൻ പറയൂ, എൻ്റെ ബായി തുന്നിക്കെട്ടുവാനൊന്നും ഇന്നെ കൊണ്ട് കഴിയൂല. ഇങ്ങനെയെല്ലാം പറ്റിക്കാകാ. ഞാൻ ഒരിക്കലും ഓൺലൈനിൽ ഡ്രസ്സ് എടുക്കൂല. ഈ ഫോട്ടോ ആയിട്ട് ഒരു ബന്ധവുമില്ല. ഈ ഫോട്ടോയിൽ എന്തെന്നായി കാണുന്നത്? ഇതെന്തെന്നാ എനിക്ക് കിട്ടിയത്? അത് ഞാൻ ആന്ന് പറഞ്ഞാൽ ഇന്നോട് മാങ്ങണ്ടേ നമ്മൾ ടൗണിലാറ്റം പോകുന്ന സമയത്ത് ഏത് പീടിയാന്ന് എനിക്ക് ഇഷ്ടമുള്ള ആടെ കാര്യമായിട്ട് എനിക്ക് മാണ്ടിയെ നോക്കിയിട്ട് എടുക്കാൻ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേനാ. എനിക്കതൊന്നും പറ്റൂല. എനിക്കിങ്ങനെ ഓർഡർ ചെയ്തിട്ട് വരുത്തണം അല്ലേ? ഉമ്മമാരെ ഭർത്താൻ കേൾക്കാൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം വരും. ഇപ്പം എന്തായി? കേട്ടാന്നുണ്ട് എനിക്ക്. അന്ന് ഉമ്മ പറഞ്ഞ കേട്ടാൽ മയ്യൊന്നും തോന്നുന്നുണ്ട് എനിക്ക്. ഇങ്ങനെയാ പഠിക്കണ്ടേ. ഓരോന്ന് പെരുമാ തിരിയാ നല്ലേനാ ഉമ്മാരെല്ലാം പറയുള്ളൂ. അതിങ്ങൾക്കൊന്നും ഒരു ഇങ്ങളെപ്പോലത്തെ കുട്ടികൾക്കൊന്നും ഇപ്പം ഉമ്മാർ ഒരു വിലയില്ലല്ലോ. എല്ലാം ഇപ്പം ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് പുറയിൽ എത്തുന്നുണ്ടല്ലോ. കാലെല്ലാം പോയ പോക്ക് നോക്കി. നാളെ ഒന്നും കാലത്ത് ഫോൺ തന്നെ ഇല്ലേനു. പറഞ്ഞാൽ കേട്ടിക്കില്ലേ മന്നാ കേടയില്ല എന്നാ. അതുകൊണ്ട് ഇനി പഠിച്ചോ, കേട്ടിക്കല്ലേ?